ഹായ്, റോയൽ റൂട്ട് 121 ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അട്ടച്ചാക്കൽ എന്ന് പറയുന്ന പള്ളിയുടെ സന്നിധിയിലാണ് നിൽക്കുന്നത്. തീരരുത്, പിന്നെയോ ഞങ്ങളുടെ നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും പള്ളിയുടെ പ്രവേശന കവാടമാണിത്. 62 വർഷം പഴക്കമുള്ള സെന്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക്ക പള്ളി. ഇവിടുത്തെ ഒരു വിസ്മയ കാഴ്ച എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലൈറ്റ് എല്യൂമിനേഷനാണ്. ഇത് കണ്ടില്ലേ, ഏതാണ്ട് 2 കിലോമീറ്ററോളം ലെങ്തിലാണ് ഇതേ രീതിയിൽ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തു ഈ റോഡിനെ അലങ്കരിച്ചിരിക്കുന്നത്. പള്ളിയുടെ മധ്യഭാഗത്തു നിന്നും 1 കിലോമീറ്റർ അങ്ങോട്ടും 1 കിലോമീറ്റർ ഈ വഴിയിലേക്കുമായിട്ടാണ് ഈ ലൈറ്റ് എല്യൂമിനേഷൻ തീർത്തിരിക്കുന്നത്. ഈ വിസ്മയ കാഴ്ച കാണുന്നതിനായിട്ടാണ് നമ്മൾ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നത്. ഇത് ഏതാണ്ട് ഇപ്പോൾ സമയം 6:30 ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ലൈറ്റ് ചാലുവായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ മനോഹരമായ കാഴ്ച കാണാൻ പറ്റും. പിന്നെ ഇവിടെ പെരുന്നാൾ അവസാനിക്കുന്ന ഞായറാഴ്ച ദിവസം 2-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഇവിടുത്തെ പെരുന്നാൾ. അതായത് ഒരാഴ്ചത്തെ ഇവിടുത്തെ പെരുന്നാൾ എന്ന് അവസാനിക്കുന്നേ 9-ാം തീയതി നാടകത്തോടു കൂടി. അതെ, എന്ന് ആരംഭിച്ച 2-ാം തീയതി ആരംഭിച്ചു. നാളെ നാളെ എന്ന് പറയുമ്പോൾ 8-ആണ്. നാളെ 8 ശനിയാഴ്ച. 9-ാം തീയതി സമാപനം. അപ്പോൾ എത്ര ദിവസമായിരുന്നു ഇത്? 7 ദിവസമായിരുന്നു. 7 ദിവസം. ഞായറാകുമ്പോൾ 8 ദിവസം. അതാണ് അതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത്, 8 ദിവസം. അപ്പോൾ ഈ സ്റ്റേജ് ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിപ്പോൾ നാളെ നമ്മുടെ മേളക്കാരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു 6-7 മേളക്കാർ നാളെ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. ഡ്രാമ നാടകം എവിടെയാണ്? ഇവിടെ തന്നെ. കഴിയുമ്പോൾ അതിനുവേണ്ടി വീണ്ടും റീഅറേഞ്ച് ചെയ്യും മറ്റന്നാളത്തേക്ക്. നാളെ ഇതിനു വേണ്ടിയുള്ള ഇത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ 170 വീട്ടുകാരുള്ള ഈ പള്ളി, 62 വർഷം പഴക്കമുള്ള ഈ പള്ളി, അതിപ്പോഴും ഇത്രയും സാമ്പത്തിക എന്താ പറയുന്നത് പൈസ ചെലവാക്കി ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേ അതെന്താണ് ഇതിന്റെ ഒരു ഈ എലിമിനേഷൻ തന്നെ ഏതാണ്ട് 2 കിലോമീറ്റർ ഇല്ലേ? ഉണ്ട്. പള്ളിയുടെ മധ്യഭാഗം നേർച്ചയായിട്ടാണ് ചെയ്തിരിക്കുക. സ്പോൺസറിംഗ് ആണ്. പള്ളിയുടെ അല്ലേ ഇത്? ഞാൻ ഓർത്ത് പിരിവെടുത്ത് ഓരോ വീട്ടുകാർ ഇത്ര രൂപ വെച്ച് നമ്മുടെ ഒരാൾ ഇതോടെ വന്ന് പുള്ളിയുടെ ഒരു താല്പര്യം, പുള്ളിയുടെ ഒരു സ്പോൺസറിംഗ് ആയത് മൊത്തം. ഇതിനുമായിട്ടുള്ള ചെണ്ടമേള ലക്ഷങ്ങൾ മുടക്കിയുള്ള പ്ലാനിങ് പ്രോജക്ട് പദ്ധതിയാണ്. ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായതല്ല. പുള്ളിയുടെ രീതിയിലുള്ള ചെണ്ടമേളങ്ങളും കാര്യങ്ങളും അവർക്കെല്ലാം എല്ലാം ഉണ്ട്. എല്ലാ വർഷവും ഇങ്ങനെയാണോ സ്പോൺസർ? അപ്പൊ ഞാൻ ഈ യൂട്യൂബില് ഇതിന്റെ ഈ ലൈറ്റ് എല്യൂമിനേഷന്റെ ഒരു വിസ്മയം, നല്ലൊരു വിസ്മയ കാഴ്ചയാണെന്ന് പറഞ്ഞാൽ അത് കാണുന്നതിനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കൊല്ലം ജില്ലയിൽ നമ്മുടെ ഇടമൺ ചെമ്മല ആ ഏരിയയിൽ താമസിക്കുന്ന ഒരാളാണ്. പ്രോപ്പർ ഊന്നെന്ന് പറയും. അവിടെ ഞങ്ങൾ ഒരു ആവശ്യത്തിനായി ഇവിടെ വന്നപ്പോൾ എന്നാൽ ഇത് കണ്ടു കേട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് എത്തിയതാണ്. സാറിന്റെ പേര്? എൻ്റെ പേര് ജോൺസൺ. ഇടവക്കാരനാണ്. അപ്പോൾ കുർബാനയ്ക്കായിട്ട് വന്നതാണ്. അപ്പം അച്ഛനും കന്യാസ്ത്രീകളും ഒക്കെ താമസമുണ്ടോ ഇവിടെ? അച്ഛൻ മാത്രമേ. മഠമില്ല. ഞാൻ ആ ഫസ്റ്റ് ടൈമിൽ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ അത്യാവശ്യം സാറിനെ കണ്ട് അറിയാൻ സന്തോഷം. അതിഭയങ്കരമായ ഇതാ നാടകം പ്രൊഫഷണൽ ട്രൂപ്പിന്റെ ആയിരിക്കാം. തിരുവനന്തപുരം അമലയുടെ ബൈബിൾ നാടകം, തിരുവനന്തപുരം അമല. ഓക്കെ സാർ, ഇത്രയും വിവരങ്ങൾ തന്നതിൽ ഒത്തിരി സന്തോഷം. നന്ദി. താങ്ക് യു. ബ്ലോഗറുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. സാറേ, ഞാനേ നിങ്ങളുടെ പള്ളിയുടെ ഹിസ്റ്ററി ഈ ലൈറ്റിൻ്റെ വിസ്മയം കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അടുത്ത് ഞാൻ ഒരു ആവശ്യത്തിനായിട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ ചോദിച്ചറിയായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഈ പള്ളിയുടെ ഒരു ചുമതല ട്രസ്റ്റിയാണ് പറഞ്ഞ് അറിഞ്ഞതിൻ്റെ പേരിൽ ഒന്ന് പരിചയപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. സന്തോഷം. ഓക്കെ. ഉണ്ട്. ഓക്കെ സാർ, താങ്ക്സ്. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായ റൂട്ട് വഴിയെന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പത്തനംതിട്ട കോന്നി റൂട്ടാണ്. അതിൽ അട്ടച്ചാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ മലങ്കര കത്തോലിക്ക പള്ളി, സെൻറ്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക്ക പള്ളി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കണ്ടില്ലേ?
അവരുടെ ഒരു സെമി ആർച്ച് റോഡിൻ്റെ പാർശ്വഭാഗത്തായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. 62ാമത് അട്ടച്ചാക്കൽ പള്ളി പെരുന്നാളും ബൈബിൾ കൺവെൻഷനും ഫെബ്രുവരി 2 to 9, 2 മുതൽ 9 വരെ. ഇല്ലേ, ഇങ്ങനെ സമയം 6:30 ആകുന്നു. എങ്കിൽ തന്നെയും ഇവിടുത്തെ ലൈറ്റുകളൊന്നും ചാലുവാക്കിയിട്ടില്ല. പള്ളിയിലെ ആരാധന പ്രാർത്ഥനയുടെ പള്ളി പ്രാർത്ഥനയുടെ ശബ്ദമാണ്, ആ പ്രാർത്ഥനയാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്ററിൽ കൂടുതലുണ്ട് പള്ളിയിലേക്ക് എത്തുന്നതിനായിട്ട്. അപ്പോൾ ലൈറ്റ് എലിമിനേഷൻ ഇവിടെ നിന്ന് റോഡിൻ്റെ പാർശ്വഭാഗത്ത് നിന്നുമാണ് തുടങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ, അങ്ങനെ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞു. 6:30 ആയപ്പോഴേക്കും ഈ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞു. ഇനിയുമാണ് ഇതിൻ്റെ ഭംഗി. കണ്ടില്ലേ, ഏതാണ്ട് 2 കിലോമീറ്റർ ലെങ്തിൽ പള്ളിയുടെ 2 ഭാഗങ്ങൾ സൈഡിലെ റോഡുകളിലായിട്ട് നാളത്തെ പ്രോഗ്രാമിനായിട്ട് 7 ടീമിൻ്റെ ചെണ്ടമേള മത്സരം എന്തൊക്കെയോ ഭയങ്കര കോമ്പറ്റീഷൻസ് ഇവിടെ നടക്കുകയാണ് നാളെ മറ്റന്നാളുമായിട്ട്. അതിന് ഒരുക്കപ്പെട്ട സ്റ്റേജാണ്. കുറേ കൂടെ രാത്രി ആയതിനു ശേഷമേ ഈ പ്രകാശം ഒന്നുകൂടെ നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ. പള്ളിയുടെ ഇന്നർ കണ്ടില്ലേ, ഒരു കൊച്ചു പള്ളിയാണ്. കണ്ടില്ലേ, മെയിൻ എൻട്രൻസ് ആണിത്. കൊച്ചു പള്ളി. 1, 2, 3, 4, 5, 6, 7, 8, 9, 18 ബെഞ്ചുകൾ. 4 പേർ അല്ലെങ്കിൽ 5 പേർക്ക് ഇരിക്കാവുന്ന. പിന്നെ കുറച്ച് കുട്ടികൾ ഫ്രണ്ടിൽ. ഇത്ര ഏരിയയേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇവിടുത്തെ പരിപാടികളെന്ന് പറയുന്നത് പ്രോഗ്രാംസ് എല്ലാ വർഷവും 1.5 പ്രോഗ്രാമാണ്. ഇതിൻ്റെ എത്ര കുരിശുകളാണ് ഈ പള്ളിയിൽ ഇരിക്കുന്നത്. സ്വർണ്ണ കുരിശുകൾ കണ്ടില്ലേ, ഇതെല്ലാം സ്വർണ്ണ കുരിശുകളാണ്. ഇപ്പം വെള്ളിക്കുരിശുകളുമുണ്ട്. അങ്ങനെ അതിമനോഹരമായ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടല്ലോ. ഇപ്പോഴാണ് പവറായത്. കണ്ടില്ലേ, കാര്യം ഒരുമാതിരി പകൽ വെളിച്ചം മങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പള്ളിയുടെ കോമ്പൗണ്ട് ഏരിയയിലുള്ള പള്ളിയുടെ കോമ്പൗണ്ട് ഏരിയയിലുള്ള ലൈറ്റുകളെല്ലാം ഓണായി കഴിഞ്ഞു. പള്ളി പരിസരത്തുള്ള സർവ്വ ലൈറ്റുകളും അവർ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് പകൽ വെളിച്ചം മങ്ങിയത്. രാത്രി ലൈറ്റിൻ്റെ വെളിച്ചം നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയ ഓഡിറ്റോറിയം മുകളിലുണ്ട്. ആ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു പ്രോഗ്രാമുകൾ നടക്കുകയാണ്. അതിന് പോയി ഒരുക്കം. എല്ലാവരും അങ്ങോട്ടത്തേക്കുള്ള യാത്രയാണ്. എന്തായാലും ഞാൻ അങ്ങോട്ട് സമയത്തിൻ്റെ പരിമിതി മൂലം പോകാൻ താല്പര്യപ്പെടുന്നില്ല. റൂഫുണ്ടെന്ന് മാത്രം. ഇതാണ് അട്ടച്ചാക്കൽ പള്ളിയിലെ വിശേഷങ്ങൾ. ഹലോ, പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? എന്താ പിന്നെ പാക്കം? വരൂ 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 വരൂ. എന്താ പിള്ളേരൊക്കെ അടിച്ചു പൊളിക്കുകയാണ്. ഹലോ, പരിപാടി തുടങ്ങിയോ? ഇല്ല, തുടങ്ങും. ശരി. ബാബാ ഏരിയ ഇല്ലെന്നുണ്ടെങ്കിലും 170 വേറെ 170 വീട്ടുകാരുള്ളൂന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഈ സ്പോൺസറാണ് ഒരാളുടെ സംഭാവനയായിട്ട്. നമ്മുടെ പള്ളിയിൽ
ഒന്ന് രണ്ട് പേര് നടത്തി അതേ രീതിയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഈ ലൈറ്റിൻ്റെ പന്തൽ ഈ റോഡ് കണ്ണെത്താ ദൂരത്തിങ്ങനെ കിടക്കുകയാണ്. പള്ളിയുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുമായിട്ടുള്ള ഈ റോഡിനെ അലങ്കരിച്ചുകൊണ്ടുള്ള ഈ ലൈറ്റ് ദീപാലങ്കാരം അതാണ് വിസ്മയം. ഇത് കാണുന്നതിനായി മാത്രം നമ്മളിവിടെ എത്തുക. ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്കിയേ, എന്തോ അല്ലേ ലഭിപ്പാൻ വരുന്നു തിരുസവിധേ നാഥ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. കൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. ഹലോ, അണ്ടിപ്പരിപ്പ് തിന്നുന്ന സമയമല്ല, അത് പാട്ട് പാടും. സ്പോൺസറാണോ? ആ, സ്പോൺസർ. ഞാൻ ഇന്നുമല്ല, ഒരു വ്യക്തിയുടെയാണ്. ഞാൻ പള്ളിയുമായിട്ട് അധികാരപ്പെട്ട വ്യക്തിയുടെ ചോദിച്ചറിഞ്ഞൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. എല്ലാവരും പള്ളി പെരുന്നാളിന് പോകുന്നവരാണോ? ഓ, അത് വേറെ പള്ളി, മർത്തോമ ഓർത്തഡോക്സ്. ഓ, അത് ശരി. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞല്ലേ? ഞാൻ അതുവഴി വന്നപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്ന കണ്ടായിരുന്നു. ആ, ശരി, ആയിക്കോട്ടെ. ഒത്തിരി സന്തോഷം. ആ, കണ്ടാ, നമ്മളിപ്പം കാറിനുള്ളിലാണ്, യാത്രയിലാണ്. നമ്മുടെ ഭാര്യയാണ് ഈ എന്തുവാ ക്യാമറ കൺട്രോൾ. അങ്ങനെ ഈ പള്ളിപ്പെരുന്നാളിൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ വരുമ്പോഴേയും ഏവർക്കും നന്ദി, നമസ്കാരം. എയർ കണ്ടീഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കും റോയൽ റെസ്റ്റ് 1-1.